എടാ അവൾ ആരോടോ ഫോണിൽ കൊഞ്ചിക്കുഴയുന്നത് കേട്ടത്. കൊഞ്ചിക്കുഴയുന്നു ഒന്ന് പോകാൻ അവിടുന്ന്. ആരോടെങ്കിലും ഈ കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങളോട് വല്ലതും സംസാരിച്ചതായിരിക്കും. ഞാൻ പറയാനുള്ളത് എന്റെ മോനെ പറഞ്ഞു. നീ അത് ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. എന്നതാ ഇത്? അമ്മ അവളുമായിട്ട് വഴക്കിടാറുണ്ട്, നിങ്ങൾ ശത്രുക്കളാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതിന്റെ പറ്റി ഇങ്ങനെ പരദൂഷണം പറയരുത് കേട്ടോ. ഒരു ഭർത്താവിന്റെ ഭാര്യയെ പറ്റി കുറ്റം എന്ന് പറയുന്നത് പരദൂഷണമൊന്നും അല്ല മോനെ. നിനക്ക് കിട്ടുമ്പോ നീ പഠിച്ചോളും. അപ്പ അമ്മേ എന്റെ പോയി ഇങ്ങനെ എന്നോട് പറയാൻ വന്നോട്ടല്ലോ. കാരണം തുറന്നു തരും കേട്ടോ. നീ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ അവള് പോകൂടാ, ഉറപ്പാ. എടാ മോനെ, അവളെ ചുമന്ന ചുരിദാറിട്ട ഫോട്ടോ കണ്ടോ, ഞാനിട്ട വോയിസ് മെസ്സേജ് കേട്ടോ എന്നൊക്കെ ഫോണിൽ കൂടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാ ഞാൻ മോനോട് വന്ന് പറഞ്ഞത്. മനസ്സിലായോ? എടാ സത്യവാടാ, ഞാൻ കേട്ടിട്ടാ പറയുന്നത്. ഒരു കണ്ണവളുടെ മേളിൽ വേണം കേട്ടോ. അവൾ എപ്പോഴാ പോണെന്നറിയില്ല. അമ്മ പറയണ്ട പറഞ്ഞു കേട്ടോ. ഇനി മോന്റെ ഇഷ്ടം. അപ്പച്ചി ഒന്ന് മാറിപ്പോയി, എനിക്ക് അലക്കണം. അലക്കോ, എന്റെ തുണി നീ അലക്കോ. പിന്നെ ഞാൻ എന്തിനാ അപ്പച്ചിന്റെ തുണി അലക്കണേ? നീ അലക്കോ, ഞാൻ മാറുന്നില്ല പറഞ്ഞത്. അന്ന് നീ തുണി അലക്കോ. എന്റെ അയ്യടാ, നൈസായിട്ട് എന്നെ കൊണ്ട് അലപ്പിക്കാന്ന് വിചാരിക്കണ്ട. എന്റെ തുണി വലിച്ചു പറഞ്ഞത് എന്റെ സോപ്പ്. അതെന്റെ സോപ്പാ. ഇതേ എന്റെ കൂടി സോപ്പാ. ഈ അലക്കല്ലേ, നീ അലക്കണ്ട. ഞാനല്ല ആദ്യം ജനിച്ചത്, ഞാൻ അലക്കട്ടെ ആദ്യം. എന്തിനാ ജനിച്ച കഥയും വളർന്ന കഥയൊക്കെ പറയണേ? എടി ഇന്നലെ നിന്റെ ഹെഡ് സെറ്റ് ഞാൻ എടുത്തത് നീ എന്ത് തുള്ളിലിട്ടാണ് ഇന്നലെ തുള്ളിയത്? അതെ, ഞാൻ മര്യാദക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണ ഹെഡ്സെറ്റാ. കണ്ണി കണ്ടവരെ ചെവിയിൽ കുത്തി കയറ്റിട്ട് എനിക്ക് വെക്കാൻ പറ്റില്ല. എടി എന്റെ ചെവി ഒലിക്കണമെന്നില്ല. എന്റെ ചെവി നല്ല ക്ലിയർ ചെവിയാണ്. എന്റെ ചെവിക്ക് തൊട്ടുടായ്മൊന്നുമില്ല. അപ്പച്ചി മര്യാദക്ക് കുളിക്കാറുണ്ടാ? നന്ദി മണം തോക്ക് നീ കുളിച്ചിട്ടുണ്ടോന്ന് അറിയാനായിട്ട്. നല്ല മണമുണ്ട്. വൃത്തിയായിട്ടോളെ. ഞാൻ അലക്കട്ടത് എന്റെ അലക്കല്ലാണ്, എന്റെ വീട്ടിൽ അലക്കല്ല്. നീ എവിടെയെങ്കിലും പോയി അലക്ക്. അതൊക്കെ പണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ വീടാ, ഞങ്ങളാ താമസിക്കണേ. എടി ഈ കല്ല് എന്റെ അച്ഛൻ ചുമന്നോണ്ട് കൂടെ കൊണ്ടിടുന്നത് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. എനിക്കാണ് അവകാശപ്പെട്ട കല്ലിന് പണ്ടത്തെ കഥയൊന്നും പറയണ്ട, അത് എന്റെ അച്ചാച്ചനാണെന്ന്. ഇപ്പൊ ഞങ്ങളാണ് ഇവിടെ താമസിക്കണേ. എല്ലാണ്ട് വേഷം കിട്ടൊന്നും എടുക്കണ്ട. പോയി പിന്നാലക്ക്. എന്റെ അച്ഛനായിട്ടുള്ള നിന്റെ അച്ചാച്ചനായത് മനസ്സിലായില്ല. ഈ സോപ്പ് ആര് മേടിച്ചത്? എന്റെ അച്ഛൻ മേടിച്ചത്. നിന്റെ അച്ഛൻ്റെ അവിടെ കാശ് ഇട്ടത് എന്റെ അമ്മയുടെ കാശ്. എന്റെ അമ്മയുടെ കാശ് എന്റെ വീടും കാശ്. അത് ഞങ്ങളുടെ അച്ഛമ്മയാണ്. അപ്പച്ചിക്ക് അപ്പച്ചിന്റെ വീട്ടിൽ പോയാ പോലെ എന്തിനാ ഇവിടെ ഒന്നും വേഷം കിട്ടാൻ? ഞാനിവിടെ നിക്കൂടി. ഈ വീടിന്റെ പകുതി അവകാശം എനിക്കടി. എന്റെ മേത്തേക്ക് തെറിപ്പിച്ചോണ്ടല്ലോ. തെറിപ്പിക്കും. ഡ്രസ് തൊടാൻ ഞാനറിയും. അച്ഛൻ നീ അല്ല ആദ്യം എടുത്തു. നീ വെക്കി ഇവിടെ. നീ ആദ്യം വെക്കി. ആദ്യം എടുത്താള് വെച്ചിട്ട് പാടത്തേക്ക് എറിയാൻ പറ്റില്ല, കമ്പിയാണ്. നീ ഇവിടെ ഇട്. എന്റെ പുതിയ പാവാടയാണ് ഇത്. ഇവിടെ വെച്ചോ. എന്റെ പുതിയ ഷർട്ട് നീ അവിടെ വെക്കി. ആദ്യം എടുത്ത് ആദ്യം വെക്കി. കോംപ്രമൈസ് വെക്കി. എന്റെ ഡ്രസ് ഇവിടെ വെക്കോ? വെക്കും. പതുക്കെ വെക്കി. അപ്പൊ പതുക്കെ ഞാനും വെക്കും. ഇതാരോടെ കൊണ്ടുവച്ചത്? ഒന്ന് പോയി തരുമോ? കുറച്ച് കഴിഞ്ഞിട്ട് അലക്കാ പോരെ? പറ്റൂല, ആണെങ്കിൽ ഒരുമിച്ച് അലക്കാം. എനിക്ക് വേറെ പണിയുള്ളതാണ്. എടി ഹെഡ്സെറ്റ് ഒക്കെ ഇത്ര അഹങ്കാരം ഉണ്ടായിരുന്നില്ല. ഇത്ര അഹങ്കാരം നിനക്ക്. ഇപ്പൊ നിനക്ക് ഈ വിനയം വന്നല്ല. ഇന്നലെ ഈ വിനയം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ വിനയുണ്ടല്ലോ. മാറിപ്പോയേ. മാറിപ്പോന്നില്ല. വേണമെങ്കിൽ പകുതിട്ട് അലക്കുക. എന്നാ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കിക്കോളാം. എന്നാ വാഷിംഗ് മെഷീൻ അവിടെ പോയി അലക്ക്. സൗകര്യം ഇല്ല. പോയി അലക്കടി, അലക്ക്. എന്റെ നല്ല ഡ്രസ്സൊക്കെ ചീത്തയാവും വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ. പിന്നെ അലക്കല് നിന്റെ കാശിന് മേടിച്ചൊന്നും അല്ലല്ലോ, ഓസിന് മേടിക്കണല്ലേ. കളറുള്ള ആ റോസിന് മേടിക്കണേ ഈ തന്നെ. എന്റെ അച്ഛമ്മ മേടിച്ചതാണെങ്കിൽ അത് എനിക്കും കൂടെ ഉള്ളതാണ്. അച്ഛമ്മയുടെ കാശ് എന്ന് പറഞ്ഞാൽ എന്റെ കാശാണ്. അത് പള്ളി പോയി പറഞ്ഞാൽ മതി. അപ്പൊ ഈ ഡ്രസ്സിന് ഞാനും അവകാശമാണ്. ആ ഡ്രസ്സിന് അപ്പച്ചി അവകാശമാണ്. ആ ഡ്രസ്സ് അപ്പച്ചിയുടെ പേട്ട ഡ്രസ്സല്ലേ. പേട്ട കൊച്ചി